ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. രാമായണ മാസാചരണമായി പാഞ്ചജന്യം ഭാരതം നടത്തിവരുന്ന ഗ്ലോബൽ രാമായണ ഫെസ്റ്റിവൽ എന്ന പരമ്പരയുടെ ഇന്നത്തെ പരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. കുമാരി നയന. രാമകഥാമൃതം പൊഴിയും ശാരികേ രാമായണവന ഗായികേ. രാമകഥാമൃതം പൊഴിയും ശാരികേ രാമായണവന ഗായികേ. ദണ്ഡകാരണ്യത്തിലും പഞ്ചവടിയിലോ എൻ്റെ ഈ മനസ്സിലോ രഘുരാമൻ എല്ലാം അറിയുന്ന ശ്രീരാമൻ. രാമകഥാമൃതം പൊഴിയും ശാരികേ രാമായണവന ഗായികേ. വിൽവാദ്രിനാഥനായി വില്ലണിഞ്ഞും എല്ലാവർക്കും കാരുണ്യമഴ പൊഴിഞ്ഞും കടവല്ലൂരന്യോന്യ ജയമറിഞ്ഞും തിരുവങ്ങാട്ടിൽ പ്രഭ നിറഞ്ഞും കടവല്ലൂരന്യോന്യ ജയമറിഞ്ഞും തിരുവങ്ങാട്ടിൽ പ്രഭ നിറഞ്ഞും തൃപ്രയാർ കുളിരായൊഴുകുന്ന ശ്രീരാമ സുപ്രഭാതങ്ങളെ എൻ പ്രണാമം എൻ പ്രണാമം പ്രണാമം. രാമകഥാമൃതം പൊഴിയും ശാരികേ രാമായണവന ഗായികേ. സിംഹാസനം പോലും കൈവെടിഞ്ഞും സീതയെ മഴവില്ലായി മാറണിഞ്ഞും സഹജനം സൗമിത്രി ബലമറിഞ്ഞും സത്യമാം മെതിയടി പദമളന്നും സഹജനം സൗമിത്രി ബലമറിഞ്ഞും സത്യമാം മെതിയടി പദമളന്നും 14 ലോകവും നിറയുന്ന ശ്രീരാമ പത്മപാദങ്ങളെ സുപ്രഭാതം സുപ്രഭാതം പ്രഭാതം. രാമകഥാമൃതം പൊഴിയും ശാരികേ രാമായണവന ഗായികേ. ദണ്ഡകാരണ്യത്തിലും പഞ്ചവടിയിലോ എൻ്റെ ഈ മനസ്സിലോ രഘുരാമൻ എല്ലാം അറിയുന്ന ശ്രീരാമൻ. രാമകഥാമൃതം പൊഴിയും ശാരികേ രാമായണവന ഗായികേ. അടുത്തത് അധ്യക്ഷ ഭാഷണമാണ്. ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഡോക്ടർ സരസു ടി എൻ അവറുകളാണ്. സ്നേഹാദരങ്ങളോടെ ഡോക്ടർ സരസു ടി എന്നെ അധ്യക്ഷ ഭാഷണത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. നമ്മുടെ പാഞ്ചജന്യം ഭാരതത്തിൻ്റെ രാമായണം ഗ്ലോബൽ ഫെസ്റ്റിവൽ 2025 9ാമത്തെ അധ്യായമാണ് ഇന്ന്
ഇവിടെ നമ്മൾ നടത്തുന്നത്. അതിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ന് പാരായണം നടത്തുന്നത് നമുക്കറിയാം ശ്രീ PP രാവുമോൻ ഡൽഹിയാണ്. നമ്മുടെ പാഞ്ചജന്യം ഭാരതം നടത്തുന്ന ഈ രാമായണ മാസാചരണത്തിൻ്റെ രാമായണ പാരായണം എന്ന് പറയുന്ന ഈ പരിപാടി നമുക്കറിയാം, ഇത് രാമായണ പാരായണം തന്നെ കേരളത്തിൽ മാത്രം നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിൽ നമുക്ക് കേരളക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് രാമായണം എന്താണെന്നും നമ്മുടെ സനാതന ധർമ്മം എന്താണ്, ധർമ്മം എന്താണ്, ഇതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പുതുതലമുറയാണ്, അവർക്ക് മറ്റു വിഷയങ്ങളിലൊക്കെയാണ് താല്പര്യങ്ങൾ. അപ്പോൾ അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ ഈ ഗ്ലോബൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഈ ഒരു രാമായണ പാരായണം എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് പ്രോഗ്രാം ആയതുകൊണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ്, കേൾക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പുതുതലമുറയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു അവയർനെസ്, അവരെയൊക്കെ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ധർമ്മം എന്താണ്, നമ്മുടെ രാജ്യം എന്താണ്, ഇത് എങ്ങനെയുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്, നമ്മൾ പിന്തുടർന്ന് വരുന്ന ആചാരങ്ങൾ എന്താണ്, നമ്മുടെ ധാർമ്മികത എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരവസരം കൂടി ആണ് പാഞ്ചജന്യം ഭാരതത്തിന് കിട്ടുന്നത് ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ കൂടി. പിന്നെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രാമായണം സുന്ദരകാന്ഡം ആദ്യ ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, ഇന്നത്തെ പാരായണം എന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാം, ആദികാവ്യമായ രാമായണത്തിൽ കൂടി ധർമ്മം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്, ശ്രീരാമൻ്റെ ചരിത്രത്തിൽ കൂടി ധർമ്മം എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാനും അല്ലെങ്കിൽ ഒരു സമൂഹം നിലനിർത്താനും ജീവിതം എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ധാർമ്മികത ആവശ്യമാണ് എന്നുള്ള ഒരു കാര്യം എല്ലാവരെയും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ഭാഗത്തിൽ കൂടി, രാമായണത്തിൻ്റെ ഈ ഭാഗത്തിൽ കൂടി എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, പാഞ്ചജന്യം ഭാരതത്തിന് സാധിക്കുന്നു എന്ന് പറയുന്നത് ഈ രാമായണ പാരായണ ഫെസ്റ്റിവലിൻ്റെ മറ്റൊരു ഗുണവശം കൂടിയാണ്. പിന്നെ നമുക്കറിയാം, രാമായണം സുന്ദരകാന്ഡം അതിൻ്റെ ആദ്യ ഭാഗത്ത് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് കുറേയൊക്കെ. അതായത് ഹനുമാൻ സീതയെ അന്വേഷിച്ച് പോകുന്നത്, ഹനുമാൻ്റെ ആ ഒരു ഡിറ്റർമിനേഷൻ, സീതയെ അന്വേഷിച്ച് ഹനുമാൻ പോകുന്നു, കടൽ ചാടിക്കടന്ന് ലങ്കയിലേക്ക് പോകുന്നു, അവിടെ ചെന്ന് സീതയെ കാണുന്നു, സീത വളരെ സുരക്ഷിതയായിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുന്നു. അതിനുശേഷം രാവണനെ കണ്ടിട്ട് സീതയെ വിട്ടുകിട്ടണമെന്നുള്ള അഭ്യർത്ഥിക്കുന്നു. പക്ഷേ രാവണൻ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം രാവണനെ ബോധ്യപ്പെടുത്തുന്നു. അതിനുശേഷം രാവണൻ അത് സമ്മതിക്കാതെ വന്നപ്പോൾ നമുക്കറിയാം, ഹനുമാൻ വാലിൽ തീ കൊളുത്തി എല്ലായിടത്തും നടന്ന് ലങ്ക മുഴുവനും അഗ്നിക്കിരയാക്കുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് ശ്രീരാമൻ്റെ അടുത്തേക്ക് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ് സുന്ദരകാന്ഡം. ആദ്യ ഭാഗം, രാമായണത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് എന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും ഇനി എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അത് പാരായണം ചെയ്യാനായി പ്രഭാഷണം നടത്താൻ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും എല്ലാവർക്കും ഈ അവസരത്തിൽ എല്ലാ നന്മകളും നേരുന്നു. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന് പാഞ്ചജന്യത്തിൻ്റെ എല്ലാ ഭാരവാഹികളോടും ഞാൻ എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് നമുക്കായി രാമായണം പാരായണം ചെയ്യുന്നത് ഡൽഹിയിൽ നിന്നും ശ്രീ PP രാവുമോൻ അവറുകളാണ്. സുന്ദരകാന്ഡത്തിലെ ആദ്യ ഭാഗമാണ് ഇന്നിവിടെ പാരായണം ചെയ്യപ്പെടുന്നത്. പാരായണത്തിനായി സ്നേഹത്തോടെ ശ്രീ രാവുമോൻ അവറുകളെ ക്ഷണിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സുന്ദരകാന്ഡം. ഹരിശ്രീ ഗണപതിയേ നമഃ. അവിഘ്നമസ്തു.
സകല സുഖകുല വിമല തിലകിത കളേവരേ സാരുസ്വപീയൂഷസാര സർവസ്വമേ കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാം കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയും അഴകിനോട് തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുതയോട് ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളെന്നരുളി ചെയ്തു. സമുദ്രലംഘനം. ലവണജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ച് ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണ നളിനയുഗളം മുതാ മനസ്സേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കവിവരരോടമിത ബലസഹിതം ഉര ചെയ്തിരു കണ്ടുകൊള്ളിൻ നിങ്ങൾ എങ്കിലെല്ലാവരും മമ ജനക സദൃശൻ അഹമതി ചപലമമ്പരേ മാനേന പോകുന്നിദാശരേ ശാലയേ തനയ ശരസമം അധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം അഖില ജഗദധിപനോടു വിരവോടറിയിപ്പിങ് ഇങ്ങദ്യ കൃതാർത്ഥനായേ കൃതാർത്ഥ്യോസ്മ്യഹം. പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയ വിരവൊടു കടക്കും അഞ്ജനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. തദനു മമ ഹൃദയ സപതി രഘുപതിനരാരദം തസ്യാങ്കുലീയവുമെടുത്തു ശിരസി മേ കിമപി നഹി ഭയമുദതിതപതി തരിതും നിങ്ങൾ കീശപ്രവരരേഖേതിയായി കേതുമേ ഇതി പവന തനയൻ ഉര ചെയ്തു വാലും നിജമേറ്റം ഉയർത്തി പത്തിക്കരങ്ങളും പരത്തിക്കരങ്ങളും അതിവിപുല ഗളതലവുമാർജവം ആക്കി നിന്ന് ആകുഞ്ചിതാക്രിയായൂഥനേന ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണദിക്കുമാലോക്ക് ചാടിയിടിനാൻ. പതകപതിരിവ പവനസുതനഥ വിഹായ സാഭാനുബിംബാഭയാ പോകും ദശാന്തരെ അമരസമുദയം അനിലതനയ ബലവേഗങ്ങളാൽ ആലോക്യ ചെന്ന പരീക്ഷണാർത്ഥം തഥാ സുരസയോട് പവനസുത സുഖഗതി മുടക്കുവാൻ പൂർണ്ണം നടന്നിതു നാഗജനനിയും ത്വരിതം അനിലം. അടുത്തത് ഒരു ആശംസാ ഭാഷണമാണ്. ഇന്നത്തെ പരിപാടിയിൽ ആശംസയുമായി നമ്മോടൊപ്പം ചേരുന്നത് പ്രശസ്ത സിനിമാ നടനും രാഷ്ട്രീയ നേതാവുമായ ശ്രീ കൃഷ്ണകുമാർ അവർകളാണ്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നതിലുള്ള അതിയായ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആശംസാ ഭാഷണത്തിനായി സ്നേഹാദരങ്ങളോടെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ശ്രീ കൃഷ്ണകുമാർ. നമസ്കാരം. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അനേകം സാമൂഹിക പ്രമുഖർ അംഗങ്ങളായിട്ടുള്ള പാഞ്ചജന്യം ഭാരതം എന്ന കലാ സാംസ്കാരിക സംഘടന കഴിഞ്ഞ 4 വർഷമായി രാമായണ മാസം ആയ കർക്കിടകത്തിൽ നടത്തുന്ന ശ്രീരാമ സാഗരം എന്ന പരിപാടി ഇത്തവണ രാമായണം ഗ്ലോബൽ എന്ന പേരിൽ ആഗോളതലത്തിൽ നടത്തുകയാണ്. അതിന് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും. അടുത്തത് ഒരു പ്രഭാഷണമാണ്. നടത്തുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നും മിസ് പ്രവീണ നായരാണ്. ഇംഗ്ലീഷിലുള്ള ഈ പ്രഭാഷണം നടത്താനായി മിസ് പ്രവീണ നായരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ഓം ഗംഗണപതയേ നമഃ. ഓം ഹനുമതേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. Namaskaram everyone. My name is Praveena Nair. I'm so grateful for this opportunity
to share with you all a few words on Ramayana in this holy month of Karkidaka. When we think about the epic poem Ramayana, probably one of the first things that comes to our mind would be how Sri Rama, the Maryada Purushottama, or the ideal man, faces several challenges or crises in his life with the help of all the good qualities inherent in him. Sri Rama's sadgunas are countless. It's not possible to explain all of them. However, we can make a humble attempt to delve into at least the 16 noble qualities or the Shodasha Kalyana Gunas about which sage Valmiki inquires to sage Narada at the beginning of Srimad Valmiki Ramayana. Srimad Valmiki Ramayana is an epic poem consisting of 24,000 verses or shlokas divided into 7 books or kandas with approximately 500 chapters or sargas. It starts with a question from sage Valmiki to sage Narada inquiring whether there exists any human on this earth who possesses all of the following good noble qualities, which are Gunavan, one who is full of virtue, one who lives by high values and principles; Viryavan, one who is valiant and strong. Sri Rama is described to be Ajanabahu, one who has very long and strong hands with which he lifts up Shiva's bow, Shiva Dhanush, at the time of Sita Swayamvaram. Dharmatna, one who upholds dharma or righteousness. Kritatnaha, one who is grateful towards all acts of kindness. It reminds me of Sri Rama's embrace to Hanuman when Hanuman returned from Lanka after accomplishing his mission of finding Sita. Satyavakya, one who never speaks untruth. Dridhavrataha, one who is steadfast in his vows. Sri Rama, in order to keep his father's vow to Kaikeyi, he was ready to exile to the forest. Also, later in his life, he had to make the very difficult decision of leaving Sita at Valmiki's ashram in order to keep his word to perform the duties of king and to preserve social order. And this was a very difficult decision for Sri Rama, and it left him in deep sorrow and he was suffering, yet he kept his word. Charitravan, that means one who has impeccable conduct. Sri Rama was very respectful towards his elders. Sri Rama speaks sweetly to everyone around him. He loves them, they love him, and he is a source of joy to all around him and also keeps them happy and peaceful. So the next is Sarva Bhuteshu Hitaha. That means one who is caring and compassionate towards all beings, one who treats everyone equally, which can be seen in the emancipatory transformation of Ahalya from a stone, and also in Sri Rama's interactions with Shabari, the elderly ascetic woman. And Vidwan, one who is wise and knowledgeable, one who is a master of all Vedas, Shastras, archery, and the use of other weapons. Samarthaha, one who is capable, competent, one who is resourceful. Priyadarshanaha, one who is very presentable, one who is very strikingly handsome and dignified. Atmavan, that means one who is self-controlled and courageous. Sri Rama was bestowed the ultimate spiritual wisdom or the Brahmajnana
by sage Vasishta, as explained in Yoga Vasishtam. And it is about the ephemeral nature of this world of illusions. Jita Krodhaha, one who has mastered anger. Sri Rama is very calm when he was asked to leave for the forest right before his coronation as the king of Ayodhya. He is able to respond calmly because of he has mastered anger. Dyutiman, one who is radiant with inner brilliance or tejas. Anasuyakaha, one who is free from jealousy. Bipyadi Devaha, one who is dreaded even by the Devas. This shows the fiery form of Rama when he fights against Adharma, when he fights against demons who pester the sages, and also against Ravana when he abducted Sita against her will, and also when Sri Rama's devotees are attacked, like in the case of Hanuman being attacked by Ravana. In all these cases we can see the fierce form of Sri Rama. In essence, Rama blends divine grace with human integrity. He is principled yet compassionate, mighty yet humble, divine yet so deeply relatable, which is why he stands as the timeless model of Maryada Purushottama. Rama's life teaches us that a life of dharma demands courage, even if it means personal loss. Justice will be ultimately restored through truth and moral strength. Now let's recite the first few verses from Srimad Valmiki Ramayanam, Balakanda. Prathamah sargah Naradavakyam Tapaswadhyaya niratam Tapasvi Vagvidamvaram Naradam Paripapracha Valmikir Muni Pungavam Konvasmin Sampratam Loke Gunavan Kascha Viryavan Dharmatnascha Kritatnascha Satyavakyo Dridavratah Charitrena Chako Yuktaha Sarvabhuteshu Kohitaha Vidwan Kakka Samarthascha Kaschaika Priyadarshanaha Atmavan Kojita Krodho Dyutiman Ko Anasuyakaha Kasya Bipyadi Devascha Jataroshasya Samyuge Edadichhamyaham Shrotum Param Kautuhalam Hime Maharshe Tvam Samarthosi Natumevam Vidham Naram. Thank you everyone for listening. Please forgive me for any mistakes in this rendition. I surrender all these efforts to understand the spiritual knowledge embedded in these verses at the lotus feet of Lord Sri Rama. Jai Sri Ram, Jai Hanuman, Sarvam Shri Krishnarpanamastu. കാര്യപരിപാടിയിലെ അടുത്ത ഇനം ഒരു തോൽപ്പാവക്കുത്താണ്. നമുക്കറിയാം, വളരെ പ്രാചീനമായ ഒരു കലാരൂപമാണ് തോൽപ്പാവക്കുത്ത്. ഇന്നത് അവതരിപ്പിക്കാൻ തന്നെ ആളുകളില്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. നമുക്ക് ഇന്നിവിടെ അവതരിപ്പിക്കുന്ന ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാം. സാധാരണ പാലക്കാട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കാറുള്ളത്. രാമായണ കഥയെ ആസ്പദമാക്കിയുള്ള ഇന്നത്തെ ഈ തോൽപ്പാവക്കൂത്ത് കാണാനായി നിങ്ങളെ ഓരോരുത്തരെയും ഹാർദവമായി ക്ഷണിക്കുന്നു. തോൽപ്പാവക്കൂത്ത്.
പമ്പക്കടകരി മുഖവാഗണപതി കാഖാഗന്ധന്യ ചന്തത്തിനകനി കുമ്പിത്തരുളിയ ചാച്ചാജന്ധന്യ അരിയോടവിൽ പൊരിയപ്പം തരുവേൻ കാഖാഗന്ധന്യ തന്നിട്ടടി മലർ വെച്ചിത തൊഴുതേൻ കാഖാഗന്ധന്യ പക്ഷം പലകനി പത്തും തരുവേൻ പാപ്പാബന്ധന്യ തിരുടുമരുവിയ ഉദവിയ ഗണപതി യരലാവശാസഹളക്ഷ. ഹരിഹരി ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. Let us pray before Lord Vigneshwara to get rid of all the bad omens. മൂഷികവാഹന മോദകഹസ്ത ചാമര കർണ വിളംബിയ സൂത്ര വാമനരൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദം നമസ്തേ. ദേവർകൾ മുറയിട്ടേ വരും മൂഷികവാഹനനേ തൈതൈ മൂക്കഗണപതി ചക്കിട്ടേ വരുമുത്തിക്കൊരു മുതലേ തൈതൈ കണ്ടക്കാലിലണിന്ത ചിലമ്പ് ചലഞ്ചല വെഞ്ചിടവേ തൈതൈ സംഘത്തേറിയിരുന്നിട്ടേ തമിഴോദിയ ഷൺമുഖനേ തൈതൈ കണ്ടർത്തേവകൾ വന്നീ കൈതൊഴുമരുകിയ മരുകോനേ തൈതൈ മരനാളരുളിയ ഉമയാൾ തിരുമകനാണ ഷൺമുഖനേ തൈതൈ ചുണ്ടക്കാവിനിൽ മേവി വളർന്നൊരു തൊപ്പവയിത്തോനേ തൈതൈ ചൊല്ലിത്തൊഴുവോ നല്ലൽ പടുവരു തോളിൽ പറ്ററുമേ തൈതൈ മൂഷികവാഹന മോദകഹസ്ത ചാമര കർണ വിളംബിയ സൂത്ര വാമനരൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദം നമസ്തേ. Sida Kalyan. Om Hai 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 വിവാഹം മംഗളം ശുഭം വിവാഹം മംഗളം ശുഭം വിവാഹം മംഗളം ശുഭം. രാമ രാമ രമാപതേ രക്ഷിക്കും
கணியாய் ஆன்று பொருள் தந்த புலத்திற்றாகி அவியகத்துரகடாகி ஐந்தினை நெறியாளாகி ചവിയുര തെളിந்த തണ്ണൊഴുക്കവും തഴുവിച്ചാന്തോ കവിയന കിടந்த ഗോദാപുരിയനെ തമ്പി കാണായി. ഘനവിജയ ഉഗ്രതൂണീര ഗോദണ്ഡപാണേ ലക്ഷ്മണ ശരണമേ ശരണം രാമചന്ദ്രപ്രഭു. ഇവിടത്തിൽ അതിവേഗமாக സീതാദേവിക്കും എനക്കും അധിവാസം ചെയ്യത്തക്കதாக ഒരു പർണശാല നിർമ്മിച്ചു തന്നുകൊള്ള തമ്പി ലക്ഷ്മണ. കൽപ്പനാനുസരണം ചെയ്തുകൊള്ളുവേൻ സ്വാമിൻ. എങ്കും തിരിയുമുഴൈമായിടം ഏനം കരടി പുലിയാളി ചിങ്കം തിരിവതനയന്തൻ ചിറുഞാണൊലിയിൽ ചേടുപട. മൃഗങ്ങൾ വനത്തിലെ ഇരുന്ന് ഓടി ഒളിക്ക ഒരു ബാണം തൊടുത്തു കൊള്ളുകേൻ മനസ്സേ. അടാ 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 സ്മാപ്പൈ. പൊന്നിനതാകിയ തായ്ക്കതിരാൽ ചേണിൽ ചുടർകിன்றതിൻ ചെവികാൻ മാണിക്യമയത്തൊരു മാനുളതാൻ കാണത്തക്കുമോ ഇതു കാരണനേ. ശരണമേ ശരണം കണവാ. இந்த மான் எங்காவது ஓடி ஒளிக்கும் முன்னே அடியாளுக்கு பிடித்து தர வேண்டும் கணவா. ஓடி 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 வருகிறதா என்று பிடிச்சு பார்வையே செய்து கொள்கிறேன். இங்க வா மானே, இப்படி வா மானே, இங்க வா, இப்படி வா, இங்க வா, இப்படி வா. ഓഹോ, മാനെ പിടിയടக்கிறதில்லை. മാനിനടത്തിൽ ഒരു വാർത്തയെ ചൊല്ലിക്കൊള്ളുകേൻ. போராதே நீ என் முன் வந்தாய், உன்னை விரும்பி யான் வந்தேன். சீரார் கமல சீதேவி சென்று பிடித்து தாவின்றார். வாராய் வாராய் மானே, நீ மறுபூங்குழலி வளர்க்கின்றாள். தாராரசுர பூனாகி தசையாய் நின்று தளர்வாயோ. வா
இப்படி வா மானி, இங்க வா, இப்படி வா, இங்க வா, இப்படி வா, இங்க வா, இப்படி வா. ഈ മനസ്സ് ആനിനുടെ നെടുമാർബുക്ക് ഏക ബാണം തൊടുത്തു കൊള്ളുകയും എടാ എടാ സ്മാപ്പൈ. അയ്യോ അയ്യോ വാരായ് സീതേ. மானின் பிறகே என் விதியால் வந்தேன், அரக்கர் மாயத்தால் காணில் என்னை கொல்லுகிறாய், காப்பாய் எம்பியலக்குவனே. தேனின் மொழியாய் ஜனகனருள் சீதே நீயும் எழுந்தனையோ, காணில் என்னை கொல்லும் உன்னை வந்து என்னை காப்பாயோ. ലങ്കാമന്നൻ രാവണൻ ഒരു സന്യാസി വേഷമെടുത്ത് പോകുകേ. ഹരി ഓം ഹരി, ഹരി ഓം ഹരി, അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ. അച്യുതം കേശവം നാരായണം ഭജെ, കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. ശ്രീധരം മാധവം ഗോപികാവല്ലഭൻ, വിഷ്ണുനാരായണം രാമചന്ദ്രം ഭജേ. വിഷ്ണുനാരായണം രാമചന്ദ്രം ഭജെ, ജാനകി നായകൻ രാമചന്ദ്രം ഭജേ. അച്യുതം കേശവം നാരായണം ഭജെ, കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ, എങ്കളയാൾ കൊള്ളവാവാ. ശിവ ശിവ ഗജമുഖ ഗണനാഥ ശംഭോ, ശിവ ഗുണവന്ദിത ഗുണനീത. അമ്പലതരശേ അരുൾമരുന്തേ ശംഭോ, ആനന്ദത്തേനേ അരുളിരുന്തേ. പൊതു നടത്തരശേ പുണ്യനേ ശംഭോ, പുലവരെല്ലാം പുകൾ കണ്ണിയനേ. ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ, എങ്കളയാൾ കൊള്ളവാവാ. ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ, എങ്കളയാൾ കൊള്ളവാവാ. ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ, എങ്കളയാൾ കൊള്ളവാവാ. இந்த பர்ணசாலையில் ஆறாவது உண்டோ எப்படி? എടി കേളടി കേള ലങ്കാ മന്നൻ രാവണൻ എന്ന് ചൊന്നാൽ നീ എന്നാ നനച്ചിരിക്കുന്നത്? എടി നീ ഒരു പെണ്ണാണെന്നാൽ പിഴച്ചു പോണത്. അല്ലാവിട്ടാൽ ഞാൻ ഉന്നയെടുത്ത് കൊണ്ട് ഭക്ഷിക്കും, സാപ്പിടും. ഉന്നെ എടുക്കത്തക്കതാക ഉദ്യമിക്കലേ. ഇവിടത്തിൽ പതിവ്രതാഗ്നി, മറുപുറത്തിൽ പാർക്കട്ടും. ഓഹോ, അവിടത്തിലും പതിവ്രതാഗ്നി. ചന്ദ്രകാസമാന വാളായുധമെടുത്ത് ഒരു യോജന ഭൂമിയോടുകൂടി കുത്തിപ്പുഴക്കി തേരിൽ വെച്ച് കൊണ്ടുപോയി കൊള്ളുകയും. നട നടോ നട നട അഴുതിട്ടലറിയലൻ വந்தேன் അഞ്ചലൻ പാരൊരുവരില്ലേ കഴുകുക്കരശേയൻ മാമാ കാകുസ്തണ്ടൻ പെരുന്തേവി ഒഴുകത്തേർമേൽ പോരിன்றே നുയിർവാളരക്കൻ കൈപെട്ടേൻ മഴൂക്കിനിയവായള
ഉയിരേ മീലായോ. കണ്ടേൻ സീതാദേവിയെയല്ലവാ രാവണൻ കളവ ചെയ്തു കൊണ്ടുപോകുന്നത്. നാനേ പോയി തടുത്തു കൊള്ളുകേൻ. ോടു നിന്നാൾ വയലാം ചുട്ടായിട്ടു എന്നെ തുടങ്ങിന നീ കൊടുപത്തിനിയെ വിട്ടേ കുതിയാൽ വിളിവിന്നിലയാ. എടാ ദുഷ്ട മഹാഭാവി രാവണ, എടാ പക്ഷി തന്ത കഴുവേ, പടർന്ന മേരു കിരിയന പറന്നു വന്ന പറവയേ, തുടർന്ന് വന്ന് പൊരുവയാകിൽ പെയ്യവാനിലേറ്റുവേ. അടന്തടാതുനെ പിടിത്തടിത്തുതെത്ത് മണ്ണിന്മേൽ ഇടന്തെറിந்து പോകിയാനിലങ്ക് വേന്തനല്ലനേ. സ്മപൈ 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 സ്മപൈ. എടാ ഇനി ഉയരോട്ടി പോർ ചെയ്യലാം. ഉന്നുடைய ജീവനിലയാന മർമ്മസ്ഥാനം എവിടത്തിലാകിലും രാവണനാണ് എന്നുടെ മർമ്മസ്ഥാനം. ഇടതുകാൽ പെരുവിരലാകിലും എടാ പക്ഷി നിങ്ങളുടെ മർമ്മം എവിടത്തിലാകിലും എന്നുடைய മർമ്മസ്ഥാനം 7-ാം തുവല്ലാകിലും ഇടതുകാൽ പെരുവിരലെ കൊത്തിക്കൊള്ളുകയും. എടാ എടാ ചന്ദ്രകാസമാനവാണായുധം എടുത്തുകൊണ്ട് വലതു ചിറകെ വെട്ടിക്കൊള്ളുകേ. ഇനി ഇവളെ ആകാശമാർഗമാ കൊണ്ടുപോയി ഉറേൻ. നടന്നടോ നടാ ത്രിലോക്യപുരന്ദരാ ശരണം കൈലാസോദ്ധാരകാ ശരണം അഷ്ടഗജയുദ്ധപ്രിയാ ശരണം സാമവേദസാധകാ ശരണം ദശഗ്രീവാ ശരണം മണ്ഡോദരിശയനാം പുരിവല്ലഭനായകാ ശരണം ലങ്കാവല്ലഭ നായകാ ശരണം ലങ്കാവല്ലഭ നായകാ ശരണം ശരണം.